അപ്പോൾ ഈ ചേച്ചിയുടെ വീട്ടിലെ പാലുകാച്ചൽ പൊക്കൊണ്ടിരിക്കുക കേട്ടോ. ചെന്നപ്പോൾ തന്നെ ഗണപതി ഹോമം കഴിഞ്ഞതിൻ്റെ പ്രസാദം നമുക്ക് കിട്ടി കേട്ടോ. പിന്നെ ആൻറ്റിമാർ അങ്കിൾമാർ എല്ലാവരും വന്നിട്ടുണ്ടായി കേട്ടോ. വന്ന് തുടങ്ങണുള്ളൂ, ഇനി ആൾക്കാർ വരാനുണ്ട് കേട്ടോ. ഞങ്ങൾ അതുവരെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക. ഇതാണ് ചേച്ചിയുടെ മോള് ഐശ്വര്യ കേട്ടോ. പുള്ളി സാരിയെ കൊടുത്ത് മിടുക്കിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് അമ്പിളി ചേച്ചി കേട്ടോ, സേതുവിൻ്റെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ താമര, നല്ല രസമുണ്ടായി താമരയൊക്കെ വെള്ളത്തിലിട്ടിട്ട് കാണാനൊക്കെ കേട്ടോ. അപ്പം ഞാനിങ്ങനെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ബാക്കി എല്ലാവരും ഭയങ്കര തിരക്കില്ല. നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞുള്ളൂ, നമുക്കിനി പാലൊക്കെ കാച്ചാനുള്ള ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സമയം കൊടുത്തിട്ടുണ്ട്, 8-നും 8:30 കേട്ടോ. അപ്പോൾ സമയമായിട്ടില്ല. അപ്പോൾ അതായിട്ട് വേണം നമുക്ക് എല്ലാവർക്കും കൂടെ വീണ്ടും പുറത്തിറങ്ങി വാതിൽ പൂട്ടി പിന്നെ സാധനങ്ങളൊക്കെ ആയിട്ട് അകത്ത് കയറാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഏറ്റവും മുകളിലെ നിലയാണ് കേട്ടോ. നമുക്ക് തേക്കുകയൊക്കെ ചെയ്യാം. അവിടെ ഡ്രസ് വർക്കൊക്കെ ഇന്നലെ ഇങ്ങോട്ട് കഴിഞ്ഞുള്ളൂ കേട്ടോ. അറ്റപ്പറ്റ നേരത്താണ് ഇതെല്ലാം കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഡ്രസ് വർക്കൊക്കെ കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വീട് ചുറ്റി അങ്ങനെ ഞാനൊന്നും റൂം ടൂറൊന്നും ഞാൻ കാണിക്കണമൊന്നുമില്ല കേട്ടോ. ഒരു റൂം ഞാൻ വെറുതെ കാണിക്കാം. അവിടെ ബാൽക്കണിയൊക്കെയുള്ള റൂമാണ്. ഇതെന്തായാലും നല്ല അടിപൊളി റൂമാണ്. അപ്പോൾ ഞങ്ങൾ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അമ്മമ്മ എല്ലാവരും വന്നുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി താഴത്തേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം സാധനങ്ങളും, അതായത് വിളക്ക്, കിണ്ടി, മുറത്തിൽ നമുക്ക് പച്ചക്കറികൾ ഇതെല്ലാം നമ്മളെടുത്ത് പുറത്ത് വെച്ചിട്ട് നമ്മൾ വാതിൽ പൂട്ടി ഇനി നമുക്ക് അകത്ത് കയറണം കേട്ടോ. അങ്ങനെയാണ് ചടങ്ങ്. ഇത് കഴിഞ്ഞാൽ പാല് കാച്ച. അപ്പോൾ ചേച്ചി വിളക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഐശ്വര്യ കിണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വലം ചുറ്റണം കേട്ടോ വീടിൻ്റെ ചുറ്റും. അപ്പോൾ ജോഷേൻ്റെ അമ്മയാണ് കേട്ടോ മുറമൊക്കെ ആയിട്ട് വരുന്നത്. ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യണം, വാതിൽ തുറക്കണം. ജോഷേട്ടനാണ് കേട്ടോ വാതിലൊക്കെ തുറന്ന് ആദ്യം വിളക്ക് കയറും, അതിൻ്റെ പുറകെ കിണ്ടി പോവും, അതിൻ്റെ പുറകെ മുറം കയറും. മുറത്തിൽ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വല്യമ്മയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് പാല് കാച്ചണം. അപ്പോൾ അതെല്ലാവരും കൂടി എങ്ങനെ പാല് കുറേ നേരമായിട്ടാണ് നോക്കിയത്. ഇപ്പം പാല് തിളക്കി, ഇപ്പം പാല്. ഫോട്ടോഗ്രാഫേഴ്സും ഞങ്ങളൊക്കെ വീഡിയോ ഓണാക്കിയിട്ട് കുറേ നേരം നിന്നതിന് ശേഷം ഉണ്ട് പാല് തിളച്ച് മറിഞ്ഞ് പൊങ്ങി വീണത് കേട്ടോ. എന്തായാലും അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇതാണ്. അപ്പം ഞാൻ പറയണതിന് ചെയ്തിട്ട് എന്നെയും കൂടെ വീഡിയോ എടുക്കുക. കാരണം ഞാൻ നോക്കുമ്പോൾ ഞാൻ മാത്രമില്ല, ഇതാണ് സുധീഷ്, ഓളാണ് കേട്ടോ പുള്ളിക്കാരൻ. എല്ലാ കാര്യവും ഓട് കണ്ണ് ചെയ്യാനും എല്ലാം. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയി ഫോട്ടോസൊക്കെ എടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അപ്പവും സ്റ്റൂ ആയിരുന്നു കേട്ടോ രാവിലെ ഫുഡ്. ഇന്ന് നമ്മൾ കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം നമുക്കിനി അടുത്ത ആഴ്ച കുറേ പേരെ വിളിച്ചിട്ടുള്ള പരിപാടികളുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന കുറച്ച് പേര് തന്നെയാണ് കേട്ടോ നമ്മൾ വിളിച്ചേക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചേച്ചി മാത്രം വന്നിട്ടില്ല. ബാംഗ്ലൂരാണ് ചേച്ചി വന്നിട്ടില്ല. ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, ജിജോ ചേട്ടൻ. അപ്പോൾ ജിജോ ചേട്ടനും വിളിച്ചനും കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ ജിജോ ചേട്ടനെ ഞാൻ കണ്ടു വർത്താനം പറഞ്ഞു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കേട്ടോ സദ്യയാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് എല്ലാം വിളമ്പി തന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ പോയി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവിടെ ദേവി പൂജയായിരുന്നു കേട്ടോ. അന്ന് തന്നെ വൈകുന്നേരം ദേവി പൂജ തന്നെ അവിടെ തന്നെ നടത്തി വീട്ടിൽ തന്നെ. അത് കഴിഞ്ഞ് ലച്ചും സേതുവിനും കൂടെ ഭയങ്കര കളിയായിരുന്നു. ഇതാണ് കേട്ടോ വീട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്